ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൻ്റെ ഫലമാണ് വന്നത്. കേരളത്തിലെ പത്രങ്ങളെല്ലാം വളരെ കാര്യമായി തന്നെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൊടുത്തു. ദേശാഭിമാനിയുടെ മുൻ പേജിൽ എന്താണ് കേരളത്തെക്കുറിച്ച് വാർത്തകളൊന്നും ഇല്ലാത്തത് എന്ന് ആരായാലും ഒന്ന് ചോദിച്ചു പോകും. എന്തെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ പാർട്ടി തോറ്റു, നിങ്ങൾ പാർട്ടി പത്രമാണ്. ഇവിടെ കേരളത്തിൽ ജയം UDFന്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ UDF ജയം നേടിയെന്നോ ഇനി UDF ഭരിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും വളരെ ചെറിയ ഒരു കോളം വാർത്തയെങ്കിലും കൊടുക്കണ്ടേ? പത്രധർമ്മത്തിൻ്റെ ഒരു അല്പം മാന്യത കാണിക്കണ്ടേ? ഉൾപേജുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഫ്രണ്ട് പേജിൽ മമതയുടെയും അതുപോലെ തന്നെ ആസാമിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രതിരോധം തകർന്നു എന്ന് പറഞ്ഞൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ BJPയെ പ്രതിരോധിക്കുന്ന പാർട്ടികൾ കോൺഗ്രസും മമതാ ബാനർജിയും ഒക്കെയാണ്. അവർക്കൊക്കെ തിരിച്ചടി കിട്ടി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. വിജയ് തരംഗം, തമിഴ്നാട്ടിൽ തൂക്കുസഭ, ബംഗാളിൽ മമത വീണു, അതുപോലെ അസമിൽ തകർന്നടിഞ്ഞ് കോൺഗ്രസ് എന്നൊക്കെയാണ്. ആകെ കേരളവുമായി ബന്ധപ്പെട്ട ഒറ്റ വാർത്ത ആഴത്തിൽ പരിശോധിക്കും, തിരുത്തും. MA ബേബിയുടെ ദേശീയ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഉൾപേജുകളിലെങ്കിലും അതിൻ്റെ ചെറിയ തോതിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും ശക്തമായ തിരിച്ചടി, ശക്തമായ പരാജയം. അതൊക്കെ എന്ത് വാർത്തയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ലൈനിട്ട്, എന്ത് വൺ ലൈനിട്ട് കൊടുക്കും, എന്ത് ഹെഡിങ് ഇട്ട് കൊടുക്കും എന്നതിനെക്കുറിച്ച് അവരുടെ ഡെസ്കിലും ബ്യൂറോയിലുമൊക്കെ വലിയ സംശയങ്ങളുണ്ടായി കാണണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ദീപികയിലെ ജോൺസൺ പൂവന്തുരുത്ത്, അദ്ദേഹം ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ട്. ഒരേ വിസ്മയം എന്ന തലക്കെട്ടോടുകൂടി 4-5 പത്രങ്ങൾ ഇന്ന് ഇറങ്ങി. അവരുടെ ഫ്രണ്ട് പേജ് അങ്ങനെയായിരുന്നു. ദീപികയുടേത് വിസ്മയ വിധി എന്നാണ്. കേരള കൗമുദി വിസ്മയ തരംഗമെന്ന് കൊടുത്തിരിക്കുന്നു. വിസ്മയത്തിര എന്ന് മലയാള മനോരമയും, അതുപോലെ ഇതാ വിസ്മയം എന്ന് കൊടുത്തിരിക്കുന്നു മാതൃഭൂമിയും. ഇത് ഒരു വിസ്മയമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജോൺസൺ പൂവന്തുരുത്ത് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും വിസ്മയം തന്നെ, വിസ്മയം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് എന്ന് VD സതീശൻ പറഞ്ഞത് ഇപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. നന്നായി, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭരിക്കാൻ സാധിക്കട്ടെ. ദേശാഭിമാനിക്ക് ഇനിയിപ്പോൾ സമരങ്ങളുടെ തീച്ചൂളയിലൂടെ നടന്നു പോകുന്നതിൻ്റെ വാർത്തയും, ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ സ്ഥിരം സമരപ്പന്തലും കല്ലേറും ബഹളം കൂട്ടലും, വാഹനങ്ങൾ, പോലീസ് ജീപ്പ് കത്തിക്കൽ, KSRTC കത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ വാർത്തകൾ ധാരാളം കൊടുക്കാനുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തയൊന്നും ഫ്രണ്ട് പേജിൽ കൊടുത്തില്ലെങ്കിലും അതിൻ്റെയൊക്കെ വാർത്ത ഫ്രണ്ട് പേജിൽ തീർച്ചയായിട്ടും കൊടുക്കും. പത്രങ്ങൾ വാർത്തകൾ നൽകുന്നതിൽ ഇത്തരത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വേർതിരിവുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വീക്ഷണത്തിൻ്റെ തലക്കെട്ട്, വീക്ഷണം ഞാൻ കണ്ടില്ല, അതുകൊണ്ട് അറിയില്ല, വളരെ കാര്യമായി കൊടുത്തിട്ടുണ്ടാകും. ഈ വിസ്മയം തന്നെയായിരിക്കും ചിലപ്പോൾ അതിലും പ്രധാന തലക്കെട്ടോടെ വന്നിരിക്കുന്നത്. അപ്പം പത്രങ്ങൾക്ക് ഇനിയിപ്പോൾ വാർത്തകൾ നൽകാം. പുതിയ സർക്കാർ ഉടൻ തന്നെ രൂപീകൃതമാകും. ദേശാഭിമാനിക്ക് സമര വാർത്തകൾ ധാരാളമായി നൽകാം. വികസനത്തിൻ്റെ വാർത്തകൾ ധാരാളമായി വീക്ഷണത്തിനും മനോരമയ്ക്കും ഒക്കെ തന്നെ നൽകുകയും ചെയ്യാം.